ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മടിച്ചികൾക്കുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടാണ് കേട്ടോ. എപ്പോഴും സ്ഥിരമായിട്ടുള്ള പുട്ട് കാണുമ്പോൾ വീട്ടുകാർക്ക് എല്ലാവരും ഇന്നും പുട്ടാണോ എന്നൊരു ചോദ്യമാണ്. പക്ഷേ അത് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. പോട്ടെ, എന്തായാലും നമുക്കിന്ന് അവരെ ഞെട്ടിക്കണം. കുറച്ച് ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്തിട്ട്, അതായത് ഞാനിവിടെ 3 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്, 1 ഗ്ലാസ് അരിപ്പൊടിക്ക്. ഓക്കെ, അതുപോലെ 1/2 കപ്പ് തേങ്ങ ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ 1/4 കപ്പ് പാൽപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. അപ്പോൾ ഞാനതെല്ലാം നല്ല മിക്സ് ചെയ്ത്, നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് തേങ്ങാപ്പാലും ക്യാരറ്റിൻ്റെയൊക്കെ ജ്യൂസ് ഇറങ്ങിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് ഉണ്ടാക്കി നിങ്ങൾ ഒരു പ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്ത്, കുഞ്ഞു മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. എരിയൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് അവർ കഴിച്ചോളും. എന്നിട്ട് ഇതിനകത്ത് പിന്നെ 1 ഗ്ലാസ് പൊടിക്ക് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ചേർക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നമ്മൾ നോർമലി പുട്ടുണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പം മാവിൻ്റെ ക്വാണ്ടിറ്റി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് തന്നെ കുഴഞ്ഞ് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ആ മിക്സ് കാണാൻ തന്നെ ഭയങ്കര ഗ്ലാമറാണ് കേട്ടോ. നല്ല ഓറഞ്ചിഷ് കളറാണേ. എന്നിട്ട് നമ്മൾ നോർമലി ഏത് ഇതിലാണോ, ഇപ്പം ഞാൻ ചിരട്ടപ്പുട്ട്, അതായത് സ്റ്റീലിലുള്ള അതിലാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ മറ്റേ നോർമൽ പുട്ടുണ്ടാക്കണം അതിലാണെങ്കിൽ അതിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സ്റ്റീം വരുമ്പോൾ കുക്കറിൽ വെച്ചിട്ട് എങ്ങനെയാണോ നിങ്ങൾ നോർമലി പുട്ടുണ്ടാക്കുക അതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ടേസ്റ്റ് സൂപ്പറാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. ഇതൊക്കെ നേരത്തെ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും എൻ്റെ വേർഷൻ ഞാൻ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. അടുത്ത ഇതുപോലത്തെ റെസിപ്പികളായിട്ട് ഞാൻ തീർച്ചയായിട്ടും വന്നിരിക്കും. നിങ്ങൾ വരണ്ടാന്ന് പറഞ്ഞാലും വരും. ഓക്കെ, ബൈ.